കൊല്ലം പുന്നല കടശ്ശേരിയിലെ രാഹുൽ എന്ന 18-കാരന് എന്തായിരിക്കും സംഭവിച്ചത്? യുവാവിനെ കാണാതായി 5 വർഷം കഴിഞ്ഞിട്ടും ദുരൂഹത ഒഴിയാത്ത തിരോധാനം. മകൻ തിരിച്ചു വരുന്നതിനായി കണ്ണീരോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടും യാതൊരു സൂചനയുമില്ല. പുന്നലയിലും സമീപ പ്രദേശങ്ങളിലും വനമേഖലകളിലും തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. എന്നാൽ നീതി തേടി ഇപ്പോഴും നിയമ പോരാട്ടത്തിലാണ് കുടുംബം. പുന്നല കടശ്ശേരി മുക്കലംപാട്ട് ലതികാവിലാസത്തിൽ രാഹുലിനെ 2021 കാണാതാകുമ്പോൾ 18 വയസ്സുണ്ടായിരുന്നു. മകന്റെ തിരോധാനത്തിൽ പ്രായമായ മാതാപിതാക്കൾ സഹായം അഭ്യർത്ഥിച്ച് കയറിയിറങ്ങാത്ത വാതിലുകളില്ല. പോലീസ് അന്വേഷണവും ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരമുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഇതുവരെയും ഫലം കണ്ടിട്ടില്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടമായി എന്ന് മാതാവ് പറയുന്നു. രാത്രി 9:30 ആയപ്പോൾ വന്ന് ചോറും തിന്ന് 10-10:30 ആയി ഞങ്ങൾ കടന്നപ്പോൾ അവൻ അവിടെ കിടക്കുന്ന പുതപ്പും ചൂടി കിടക്കുന്ന കണ്ടിട്ട് ലൈറ്റ് അണച്ചുമ്പോൾ ഞാനും ഇങ്ങനെ ഷെഡിലോട്ട് ഇറങ്ങിപ്പോകുന്നത്. വെളുപ്പിനെ ഒരു 5 മണി 5:30 ആയപ്പോൾ ഞാൻ പെരയ്ക്കകത്ത് കയറി വന്നപ്പോൾ ആളിനെ കാണുന്നില്ല. പുതപ്പും കിടപ്പുണ്ട്, പായും കിടപ്പുണ്ട്. ആളെവിടെ പോയെന്നും പറഞ്ഞ ഇവിടെ എല്ലാം ഞാൻ അന്നേരം ഫോണുണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഈ കാട്ടിലൊക്കെ ഇറങ്ങിപ്പോയി അവൻ നെറ്റുള്ളിടത്തൊക്കെ ചെന്നിരിക്കുമായിരുന്നു. അങ്ങനെ അന്നും പറഞ്ഞിരുന്ന് ഒരു 10 മണിയായി 11 മണിയായി എന്നിട്ടും കാണുന്നില്ല. അന്ന് ഇവൻ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കാനെ കൊണ്ട് പോകാനിരുന്നത്. അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരെ ഒരു കൊച്ചു ചെറുക്കനും ഇവിടെ ഉണ്ടായിരുന്നു. അവനും ഇവിടെ ഒരുങ്ങി വന്നിട്ട് ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യാൻ? ഞാൻ പറഞ്ഞു കണ്ടില്ലടാ, രാവിലെ പോയതാണ്ട് പുതപ്പും പായും ഒക്കെ കിടക്കുന്നു, ഇവ ഇറങ്ങി എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇനി ഞങ്ങളെ ചേട്ടത്തി അപ്പുറത്ത് താമസമുണ്ട്, ഇനി അവിടെ പോയതായിരിക്കും എന്ന് വിചാരിച്ചു. ഇനി പള്ളിക്കുടത്തി ഇപ്പം മടിച്ച് ഇതൊന്നും കൊടുക്കണ്ടെന്നും പറഞ്ഞാട്ട് ഇറങ്ങി പോയതാന്ന് വിചാരിച്ചു. ഈ കൊച്ചി ചെറുക്കൻ ഈ വഴിനീളം മൊത്തവും ഫോണിനകത്ത് വിളിച്ചു കിടന്നു. അങ്ങ് കടശ്ശേരി ആ തേരിയുടെ അവിടെ വരെ പോയി വിളിച്ചെന്നിട്ടെല്ലാം സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. +2 മികച്ച മാർക്കോടെ വിജയിച്ച രാഹുൽ ഉന്നത പഠനത്തിനായി അപേക്ഷ നൽകുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് രാവിലെ വില്ലേജ് ഓഫീസിൽ പോകാനിരുന്നതാണ്. തൊട്ടടുത്ത കൃഷിയിടത്തിൽ കാവലിനായി പോകുന്ന പിതാവിന്റെ അടുത്തേക്ക് പോയ മാതാവ് പുലർച്ചെ തിരികെ വരുമ്പോൾ രാഹുലിനെ വീട്ടിൽ കണ്ടില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് എന്ന സന്ദേശമാണ് ലഭിച്ചത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്തതിനാൽ പത്തനാപുരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മോനെ കാണാതെ പരാതി കൊടുത്തിട്ടുണ്ട്. DGPക്ക്, അതുപോലെ മുഖ്യമന്ത്രിക്ക്, സ്റ്റേഷനിലും ക്രൈംബ്രാഞ്ചും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് എല്ലായിടമൊക്കെ പോകും, വന്ന് തിരിച്ചു ഇവിടെ വരിക, വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിക്കും എന്തോ എന്നുണ്ടോ. ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ ഞങ്ങളെന്തോ പറയുന്നത് ഞങ്ങൾ തന്നെ പറയാൻ പറ്റുള്ളൂ. അവരല്ലേ നോക്കണ്ടെന്ന് നോക്കി അതെന്തുവാന്നുള്ള വലിയ തീരുമാനിക്കണം. ഇപ്പം നമ്മൾ എങ്ങും പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടത്ര വലിയ ശേഷിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ആരും കാണാനും വിളിക്കാനും ഒന്നും നമ്മൾ അങ്ങനെ ഇരിക്കുക. ആരും വരുന്നത് വന്യമൃഗ ആക്രമണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി വനത്തിലും പരിശോധന നടത്തി. ലോക്കൽ പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. രാഹുലിന്റെ സുഹൃത്തുക്കളെയും പരിസരവാസികളെയും പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. സംശയമുള്ള ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയരാക്കാനും പോലീസ് ശ്രമിച്ചിരുന്നു. രാഹുലിനെ കണ്ടെത്താനായി പോലീസ് പുറപ്പെടുവിച്ച ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോഴും നിലവിലുണ്ട്. ഇടയ്ക്ക് അന്വേഷണം മാതാപിതാക്കളുടെ നേരെയും നീണ്ടിരുന്നു. ഇവരെ ദിവസങ്ങളോളം ചോദ്യം ചെയ്യുകയും വീട്ടിലെ കിണറും സെപ്റ്റിക് ടാങ്കും പരിശോധിക്കുകയും ചെയ്തിട്ടും അന്വേഷണ പുരോഗതിയൊന്നും ഉണ്ടായില്ല. പോലീസുകാർക്കും സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് കനട്ടയിലും അവിടെ ഇവിടെ എല്ലാം വന്ന് നോക്കി വരും. അതൊക്കെ ഈ നാട്ടുകാർ പറഞ്ഞു കൊടുത്തതാ. കുന്ന് കുഴിച്ചിട്ടും വെച്ച് പിന്നെ ഞങ്ങളെ ഇരിക്കും. ഇവിടെ താഴത്തെ പെരയുടെ കക്കൂസിന്റെ സ്ലാബൊക്കെ ഒന്ന് ഇളക്കി. ഞാൻ പറഞ്ഞു എവിടെ ഇളക്കാൻ പറഞ്ഞു. എൻ്റെ മൂത്ത മോൻ പറഞ്ഞു നിങ്ങൾ രണ്ടും കൂടി ഇരുന്നോന്ന് ഇറങ്ങി വന്നേക്കരുതെന്ന് പറഞ്ഞു. അവരെന്തോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മക്കളെ കൊന്നും വെച്ച് ഇപ്പൊ ഇത്രയും വർഷമായപ്പോൾ തെളിയാതിരിക്കുമോ കേസ്? രാഹുലിന്റെ ഓർമ്മകളുമായി നിറകണ്ണുകളോടെ കഴിയുകയാണ് മാതാപിതാക്കൾ. മകൻ എന്നെങ്കിലും തിരിച്ചുവരും എന്ന പ്രതീക്ഷയോടെ. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.